പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായ മണ്ഡലങ്ങളിലൊന്ന് പത്തനംതിട്ടയിലെ ആറന്മുള നിയമസഭാ സീറ്റാണ്. ആറന്മുളയുടെ ഏറ്റവും വലിയ സവിശേഷത മലയാളികളുടെ പ്രിയപ്പെട്ട രാജേട്ടൻ ഈ തവണ അവിടെ മത്സരത്തിനായി ഇറങ്ങുകയാണ്. രാജേട്ടന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ചേരുന്നത് മിഥുൻ മുരളിയാണ്. മിഥുൻ, ചോദിച്ചോളൂ. ഗൗതം, കേരളത്തിൻ്റെ ജനകീയനായ നേതാവ് ആറന്മുളയിലെ NDA സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട രാജേട്ടൻ നമുക്കൊപ്പം ചേരുകയാണ്. ആറന്മുളയുടെ പൈതൃകം സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനം, അതാണ് അങ്ങ് മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട്. ഈ ഒരു വികസന കാഴ്ചപ്പാടുമായി ജനങ്ങളിലേക്ക് എത്തുമ്പോൾ എന്താണ് അവരിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം? ഒപ്പം വോട്ടർമാർക്ക് ഈ ആറന്മുള പൈതൃക സംരക്ഷണവും വികസനവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അങ്ങ് നൽകുന്ന ആ ഉറപ്പ്, അതെങ്ങനെയാണ് അവരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്? ഞാനെപ്പോഴും ഈ നാട്ടിലെ ജനങ്ങളോട് പറയുന്നത് വികസിത ആറന്മുളയെക്കുറിച്ചാണ്. ആറന്മുള വികസിക്കണം, ഇവിടെ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കണം, ഈ നാടിൻ്റെ മഹത്തായ പൈതൃകം കാത്തു സൂക്ഷിക്കണം. ഒരു ചെറുപ്പക്കാരനും പണി കിട്ടാതെ ഈ നാട് വിട്ടു പോകാൻ പാടില്ല. അവർക്കൊക്കെ ഇവിടെ എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സംരംഭങ്ങൾ ഉണ്ടാകണം. ആ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ശ്രദ്ധയും നാളിതുവരെ ഈ നാടിനെ പ്രതികരിച്ചവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ജലസമൃദ്ധമായ പമ്പാനദി ഒഴുകുന്ന ഈ പരിസര പ്രദേശത്തെമ്പാടും നല്ല മണ്ണും നല്ല പച്ചപ്പും എല്ലാം ഉള്ള ഒരു അനുഗ്രഹീതമായ ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് എത്രയോ വികസന പദ്ധതികൾ കൊണ്ടുവരാൻ കഴിയും. ആരോഗ്യം, ടൂറിസം, വ്യവസായം, വാണിജ്യം, വ്യാപാരം, വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളിലും സമഗ്രമായ പുരോഗതി കൈവരിക്കാൻ കഴിയുമാറ് ഒരു ആറന്മുള വികസിത ആറന്മുള എന്ന ഒരു പദ്ധതിക്കാണ് ഞാൻ രൂപം നൽകുന്നത്. ആറന്മുളയുടെ മണ്ണിൽ നിന്ന് അങ്ങയോട് സംസാരിക്കുമ്പോൾ ആറന്മുള കർമ്മ ഗ്രാമ സമിതിയുടെ രക്ഷാധികാരി എന്ന നിലയിൽ അങ്ങ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെപ്പറ്റി, ആ ജനകീയ സമര പോരാട്ടങ്ങളെപ്പറ്റി ഓർക്കാതിരിക്കാൻ കഴിയില്ല. ആ വിമാനത്താവള പദ്ധതി ആറന്മുളയുടെ ഘടനയെ തന്നെ, ആറന്മുള ക്ഷേത്രത്തിൻ്റെ, ആറന്മുളയുടെ സാംസ്കാരിക അല്ലെങ്കിൽ പാരിസ്ഥിതിക പാരമ്പര്യത്തേക്ക് തകിടം മറിക്കുന്ന പദ്ധതിക്കെതിരെ അങ്ങ് നടത്തിയ പോരാട്ടങ്ങൾ, അതിനെങ്ങനെയാണ് ഈ ഒരു സമയം ഓർത്തെടുക്കുന്നത്? തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ ജനങ്ങളുടെ വികസനം ആഗ്രഹിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ആ വികസനം ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആയിരിക്കണം, ഒരു സുസ്ഥിര വികസനം എന്ന കാഴ്ചപ്പാടോടുകൂടി ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. വെറുതെ കുറേ കോൺക്രീറ്റ് കെട്ടിടങ്ങളും വയൽ നികത്തിയും മണ്ണിട്ട് നികത്തിയും ഈ പമ്പാനദി തന്നെ നികത്തി എടുത്തിട്ടാണെങ്കിലും വലിയ വികസനം കൊണ്ടുവരാമെന്നൊക്കെ പറയുന്ന ഈ ധാരാളിത്തത്തിൻ്റെ, ആഡംബരത്തിൻ്റെ വികസനമല്ല നമുക്ക് ആവശ്യം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റാണ്. എന്നുവെച്ചാൽ അടുത്ത തലമുറയ്ക്ക് ജീവിക്കാൻ കഴിയണം. ഇവിടെ ഇപ്പോൾ എന്തുകൊണ്ടാണ് വിമാനത്താവളത്തെ എതിർത്തത്? വിമാനത്താവളത്തോടുള്ള വിരോധം കൊണ്ടല്ല. വിമാനത്താവളം ആവശ്യമാണ്. അതിന് വളരെ യോഗ്യമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളൊന്നും വേണ്ട എന്ന് പറയുകയും ഇവിടെ വലിയ വിശാലമായ തണ്ണീർത്തടം തന്നെ നികത്തിയെടുത്ത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഭാവി ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥ ഇവിടെ ഉണ്ടാക്കുകയും ചെയ്യുന്ന വികസനം എന്ത് വികസനമാണ്? അതല്ല നമുക്കവിടെ ആവശ്യം. കാരണം ഒന്ന്, ഈ 2000-ഓളം ഏക്കർ വരുന്ന നെൽപ്പാടം നികത്തിയാൽ ഈ പ്രദേശത്ത് പിന്നെ പമ്പാനദിയിലെ വെള്ളം കയറി കിടക്കാൻ സ്ഥലമില്ലാതെ വരും. വെള്ളം പൊങ്ങും, വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കും, എപ്പോഴും വെള്ളപ്പൊക്കമായിരിക്കും. കഴിഞ്ഞ 2018 വെള്ളപ്പൊക്കത്തിൽ ഈ പ്രദേശത്തെ 5-6 ഗ്രാമങ്ങൾ ഒഴുകിപ്പോകുമായിരുന്നു. ആ പാടശേഖരം മണ്ണിട്ട് നികത്തിയിരുന്നുവെങ്കിൽ. നികത്താതിരുന്നത് കൊണ്ടാണ് 9 മണിക്കൂർ സമയം പമ്പാനദിയിൽ വെള്ളം പൊങ്ങാതിരുന്നത്. അപ്പോൾ ഇതൊക്കെ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. വികസനത്തിൻ്റെ പേരിൽ എന്തും കാട്ടിക്കൂട്ടുക എന്നുള്ളതല്ല. വികസനം ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങൾക്ക് ജീവിക്കണം, അടുത്ത തലമുറയ്ക്കും ജീവിക്കണം. ആ രീതിയിലുള്ള വികസനമാണ് വേണ്ടത്. അങ്ങനെ സാധിക്കുമല്ലോ, അതിനുള്ള പദ്ധതികളുണ്ട്. സൂചിപ്പിച്ച കാര്യം, പത്തനംതിട്ട ജില്ലയിൽ ആദ്യം വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടാകുന്ന പ്രദേശങ്ങളിലൊന്നാണ് ആറന്മുള. അതൊക്കെ ആ സമര പോരാട്ടങ്ങൾ എത്രയോ ഫലപ്രദമായാണ് ജനങ്ങൾക്ക് ഉപകാരമായി മാറിയത് എന്നുള്ളതിൻ്റെ ഉദാഹരണമായി മാറുകയാണ്. നമുക്ക് പിന്നീടുള്ള കാലം തെളിയിക്കുന്ന തെളിവുകളായി മാറുകയാണ്. അതെ, ഇവിടെ കഴിഞ്ഞ 2018 വെള്ളപ്പൊക്കം മാത്രം മതിയല്ലോ. ആ ആറന്മുള ക്ഷേത്രത്തിൻ്റെ 3 സ്റ്റെപ്പും കൂടെ പൊങ്ങിയിരുന്നെങ്കിൽ അതിൻ്റെ അകത്ത് താമസിച്ചിരുന്ന 2000-ഓളം വരുന്ന ആളുകൾക്ക് അവരെങ്ങോട്ട് പോകുമായിരുന്നു? കാരണം ഈ പാടശേഖരം മുഴുവൻ മണ്ണിട്ട് നികത്തിയിരുന്നുവെങ്കിൽ 9 അടി പൊക്കം കൂടി വെള്ളം പൊങ്ങുമായിരുന്നു എന്നാണ് കണക്ക്. അങ്ങനെ പൊങ്ങിയിരുന്നെങ്കിൽ 5-6 ഗ്രാമങ്ങൾ ഒഴുകിപ്പോയെന്ന്. പമ്പ ഈ പറയുന്ന ആറന്മുള ക്ഷേത്രം ഉൾപ്പെടെ ഒഴുകിപ്പോകുമായിരുന്നു. ആ സ്ഥിതിവിശേഷം ഉണ്ടാകാതിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വികസനം എപ്പോഴും അത് സുസ്ഥിരത കൈവരിക്കുന്നതായിരിക്കണം, അടുത്ത തലമുറയ്ക്ക് പ്രയോജനപ്പെടുന്നതായിരിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്.
ഇവിടെ കൃഷി ആറിൻ വിളൈ എന്നാണ് ആറന്മുളയെ പറ്റി പറയുന്നത്. ആറിൻ്റെ തീരത്ത് ധാരാളം വിളവുണ്ടാകുന്ന ഒരു കേന്ദ്രമായിരുന്നു ഇവിടം. അത് കൊണ്ടാണ് ആ പേര് തന്നെ വന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കൃഷിക്കും പ്രാധാന്യം കൊടുക്കണം. കൃഷി, വ്യവസായം, വാണിജ്യം, ടൂറിസം ഏറ്റവും അധികം സ്കോപ്പുള്ള, നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ് ഇവിടുത്തെ ടൂറിസം. ഒരു വലിയ ഡെസ്റ്റിനേഷനായി മാറേണ്ടതല്ലേ? ഇത്രയധികം ആറന്മുള കണ്ണാടി, ആറന്മുള വള്ളസദ്യ, ആറന്മുള പള്ളിയോടം, പണ്ടൊക്കെ ഇവിടെ ആറന്മുള വിളക്കുണ്ടായിരുന്നു, ആറന്മുള വെറ്റില ഉണ്ടായിരുന്നു, ആറന്മുള പാക്കുണ്ടായിരുന്നു. ആറന്മുള എന്ന് പറയുന്ന വിശാലമായ ഒരു ഭൂപ്രദേശമായിരുന്നു. ഏതാണ്ട് 1300 ഇറങ്ങിയ ഒരു പുസ്തകത്തിൽ, പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ ഇതൊക്കെ പറയുന്നുണ്ട്. ആറന്മുള ട്രേഡ് സെൻ്റർ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഈ പമ്പാ നദിയിൽ കൂടിയായിരുന്നു അന്നത്തെ ചരക്ക് ഇറക്ക് കയറ്റ് ഒക്കെ നടന്നിരുന്നു. അപ്പോൾ അത്രയും വലിയൊരു സ്ഥലം ആയിരുന്ന ഈ ആറന്മുള പ്രദേശത്തെ നമുക്കതിൻ്റെ പൂർവ്വസ്ഥാനത്തേക്ക് കൊണ്ടുവരണ്ടേ? ആ പൂർവ്വകാല വൈഭവം കണക്കിലെടുത്ത് ഇതിനെ മെരുക്കി എടുക്കണ്ടേ? അങ്ങ് സൂചിപ്പിച്ചതിനോടനുബന്ധിച്ചുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ആറന്മുള സത്രക്കടവിന് സമീപത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ആറന്മുളയുടെ സാംസ്കാരിക പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നത് നിലവിലുള്ള ജനപ്രതിനിധികൾക്ക് മാറി മാറി വന്നവർക്കൊന്നും കഴിഞ്ഞിട്ടില്ല എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ആറന്മുള സത്രക്കടവിൻ്റെയൊക്കെ ശോചനീയാവസ്ഥ. അത് അങ്ങ് സൂചിപ്പിച്ച സത്രക്കടവിൻ്റെ സംരക്ഷണമായാലും ക്ഷേത്രത്തിൻ്റെ സംരക്ഷണമായാലും ആറന്മുള കണ്ണാടി അങ്ങനെ സാംസ്കാരിക പൈതൃകങ്ങളൊക്കെ ആണെങ്കിലും അത് നിലനിർത്താൻ, ആ പൈതൃകം നിലനിർത്താൻ നിലവിലുള്ള ജനപ്രതിനിധികൾക്ക് കഴിയുന്നില്ല എന്നതുകൂടിയല്ലേ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്? പൈതൃകം എന്ന് പറയുന്നത് കേവലം എന്തെങ്കിലും ഒരു ചടങ്ങോ ഒരു ആഘോഷമോ മാത്രമല്ല. ഈ നാട്ടിലെ നിരവധി മഹാത്മാക്കൾ ജനിച്ചിട്ടുള്ള സ്ഥലമാണ്. വലിയ വലിയ സാമൂഹ്യ പരിഷ്കർത്താക്കളും ആധ്യാത്മിക ആചാര്യന്മാരും ധർമ്മഗുരുക്കന്മാരുമൊക്കെ ഇവിടെ ജനിച്ച് വളർന്നിട്ടുള്ള സ്ഥലമാണ്. ഈ ഒരു 9 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ 13 മഹാത്മാക്കളുടെ ജന്മസ്ഥലമാണ്. അതൊക്കെ അടുത്ത തലമുറ അറിയണ്ടേ? അവർ ഈ നാട് നൽകിയ സംഭാവനയെ നമുക്ക് വിലമതിച്ച് ആദരിച്ച് അത് കൈമാറി കൊടുക്കണ്ടേ അടുത്ത തലമുറയ്ക്ക്? അതിനെക്കുറിച്ചൊന്നും ഒരു തരത്തിലുള്ള അന്വേഷണവും ഇല്ല, പഠനവും ഇല്ല. ഈ പൈതൃക ഗ്രാമം അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് അതുകൂടി ഉൾപ്പെടുന്നതാണ്. ഇവിടെ 200 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട തപസ്വി ഓമലൻ നടത്തിയ ക്ഷേത്രപ്രതിഷ്ഠയുള്ള സ്ഥലമാണ്. അത് ആരറിയുന്നു? അടുത്ത തലമുറയ്ക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കണ്ടേ? അതുപോലെ തന്നെ പാലൻ പുലയൻ, അവിടെ പൂജ നടക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ, ഇതൊക്കെയാണ് നവോത്ഥാന മൂല്യങ്ങളെന്ന് പറയുന്നത്. ആ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുകയും കൂടി വികസനത്തിൻ്റെ ഭാഗമാണ്. വികസനം കോൺക്രീറ്റ് മന്ദിരങ്ങൾ പണിത് കുറേ മണ്ണിട്ട് നികത്തി എടുത്ത് അതൊക്കെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളാണ്. അതല്ലല്ലോ. അതിനേക്കാൾ അപ്പുറത്ത് ഇവിടുത്തെ മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ജീവിത ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഈ നാട്ടിലെ ജനങ്ങൾ ഇവിടം കൊണ്ട് തന്നെ ജീവിക്കാൻ അവർക്ക് കഴിയണം. അതിനുള്ള വിഭവ സമാഹരണം നടത്തണം. അതിനുള്ള കഴിവും അതിനുള്ള കോപ്പും ഇവിടെ ഉണ്ട്. സമര പോരാട്ടങ്ങൾ അങ്ങ് നടത്തിയത് കേരള ഭൂപടത്തിൽ തന്നെ ഒരു പരിസ്ഥിതി പ്രവർത്തകൻ, പരിസ്ഥിതി നേതാവ് എന്ന നിലയിൽ അടയാളപ്പെടുത്തുന്നതാണ്. അങ്ങ് ഈ സമയത്ത് ഓർമ്മിക്കേണ്ട ഒരു പേര് കൂടിയാണ് മാധവ് ഗാഡ്ഗിൽ. അദ്ദേഹവുമായിട്ടുള്ള ഇടപെടലുകളൊക്കെ എങ്ങനെയായിരുന്നു ആ സമരകാലം? മാധവ് ഗാഡ്ഗിൽ ഇവിടെ വന്ന് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഈ പമ്പയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞത്, മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പമ്പ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം, ജീവൻ കൊടുക്കണം, അല്ലെങ്കിൽ ഇത് മൃതപ്രായമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം അന്ന് മുന്നറിയിപ്പ് നൽകിയതാണ്. ഇപ്പോഴും അത് ഇവിടുത്തെ ജനങ്ങളുടെ കാതുകളിൽ അത് ഇപ്പോഴും മുഴങ്ങുകയാണ്, അദ്ദേഹത്തിൻ്റെ ആ ശബ്ദം. ഈ പരിസര പ്രദേശത്ത് മുഴുവൻ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. ഈ ആറന്മുളയെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാനും ഇറങ്ങി ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഈ മത്സരരംഗത്ത് നിലയുറപ്പിക്കുന്നു. ആറന്മുളയുടെ രാഷ്ട്രീയത്തിലേക്ക് കിടന്നാൽ പത്തനംതിട്ട ഉൾപ്പെടുന്ന ആ നഗരം ഉൾപ്പെടുന്ന നിരവധി വികസന അപര്യാപ്തതകൾ നേരിടുന്നുണ്ട്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട വിഷയം മന്ത്രി വീണ ജോർജിൻ്റെ മണ്ഡലമാണ്. മന്ത്രിക്കെതിരെ ജനവിരുദ്ധ വികാരമുണ്ട്. ഈ സർക്കാരിൽ തന്നെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉയർന്ന ഒരു മന്ത്രി കൂടിയാണ് മന്ത്രി വീണ ജോർജ്. അങ്ങ് മനസ്സിലാക്കുന്നത് എന്താണ്? ഈ പ്രചരണം ഏറ്റവും പ്രധാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആറന്മുളയെ ബാധിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ എന്തൊക്കെയാണ് ഈ വോട്ടർമാരെ സ്വാധീനിക്കുന്ന? ഇവിടെ പ്രധാനപ്പെട്ട ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഇവിടെ തന്നെ അവർക്ക് ജീവിക്കാൻ കഴിയണം. അവരുടെ ജീവിത സന്ധാരണത്തിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും സംരംഭങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകണം എന്നാഗ്രഹിക്കുന്നവരാണ് ഇവിടുത്തെ ജനങ്ങൾ. മന്ത്രിക്കെതിരെയുള്ള ആ ഒരു ജനവിരുദ്ധ വികാരം അങ്ങേക്ക് അനുകൂലമാകും? അതിൽ ഏറ്റവും പ്രധാനം ഒന്ന് ആരോഗ്യം തന്നെയാണ്. ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രിയാണല്ലോ. ആരോഗ്യരംഗം ഇവിടെ എങ്ങനെയാണ്? ഇവിടെ കോഴഞ്ചേരി ആശുപത്രിയുടെ സ്ഥിതി, ജില്ലാ ആശുപത്രിയുടെ സ്ഥിതി, ഒരു മേൽഗതിയും പരഗതിയും ഒരു പുരോഗതിയും ഇല്ലാതെ കഴിയുന്ന ആരോഗ്യ പ്രവർത്തന കേന്ദ്രങ്ങളാണ് ഇവിടെയുള്ളത്. ഈ ഗ്രാമങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെയുള്ള 75% ആളുകൾ ഇപ്പോഴും ആശ്രയിക്കുന്നത് ഈ ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളിലാണ്. അതുകൊണ്ട് ആരോഗ്യരംഗം വളരെയധികം തകർന്ന തരിപ്പണമായി കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ.
ഈ മന്ത്രി ഇത്രയും നാളും എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമാണ് പല ചെല്ലുമ്പോഴും വോട്ടർമാർ ചോദിക്കുന്നത്. അപ്പോൾ ഈ UDF-ന്റെ സ്ഥാനാർത്ഥിയെ പറ്റി UDF-നെ പറ്റി നമ്മൾ പൊതുവെ പറയുകയാണെങ്കിൽ തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകളൊക്കെ ആയിട്ട് അകറ്റി നിർത്തേണ്ട ചില സംഘടനകളായിട്ട് കൂട്ടുകൂടുന്നു. ഈ ഭരണത്തിന് വേണ്ടി അവരെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ശ്രമങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ഉണ്ടാകുന്നു. അത് ഇടതുമുന്നണിയായാലും വലതുമുന്നണിയായാലും ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ മഞ്ചേശ്വരത്ത് SDP UDF ഡീലുണ്ടാകുന്നു, അങ്ങനെ പലയിടത്തും ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള കൂട്ടുകെട്ടുണ്ടാകുന്നു. അതിനൊക്കെ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? അത് ഈ മണ്ഡലത്തിലും ആറന്മുളയിലും ഉണ്ടോ? UDF എല്ലായിടത്തും UDF തന്നെയാണ്. UDF-ന്റെ സ്ഥാനാർത്ഥി UDF ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകളുടെ ഭാവഭാരം കൂടി അവരും ചുമക്കേണ്ടതാണ്. എന്താണ് അത്? ഒന്ന്, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുകെട്ട് SDP-യുടെ പിന്തുണ എടുത്തിരിക്കുകയാണ്. ഈ രണ്ട് കൂട്ടരും ഇവിടെ മതവാദികളാണ്, മത തീവ്രവാദം പ്രചരിപ്പിക്കുന്നവരാണ്, ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ വിദ്വേഷമുണ്ടാക്കി അവരെ ഭിന്നിപ്പിക്കുന്നവരാണ്, നാടിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ പുരോഗതിയിൽ കടക്കി കത്തിവെക്കുന്നവരാണ്. അങ്ങനെ വിധ്വംസക, വിഭാഗീയ, വർഗീയ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരുടെ പിന്തുണ UDF-നുണ്ട്, LDF-നുമുണ്ട്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നാലും SDP ആയിരുന്നാലും അവരുടെയൊക്കെ പിന്തുണ വാങ്ങി മത്സരിക്കുന്ന ഈ സ്ഥാനാർത്ഥികൾക്ക് എങ്ങനെ ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ പറ്റും? നാടിനോട് കൂറില്ലാത്ത, നാടിനെ എന്നും ശിഥിലമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ആളുകളുടെ കൂട്ടുകെട്ടിൽ പെട്ടുകിടക്കുന്ന UDF എങ്ങനെയാണ് ഇവിടുത്തെ ഈ ആറന്മുളയിലെ ജനങ്ങൾ സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വേണ്ടി നിൽക്കുന്നവരാണ്. അവർ സൗഹാർദ്ദത്തിൽ കഴിയുന്നവരാണ്. ഇവിടെ ഒരു വർഗീയ വിദ്വേഷമുണ്ടാക്കി, ഭിന്നിപ്പുണ്ടാക്കി മുതലെടുപ്പ് നടത്താൻ വേണ്ടി ശ്രമിക്കുന്ന ശക്തികളോട് അവർക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല. UDF ഇന്ന് വർഗീയ വിധ്വംസക ശക്തികളുടെ കൂടിയാണ്. LDF-ഉം അതുപോലെ തന്നെ. രാഷ്ട്രീയത്തിൽ നിലനിൽക്കണമെങ്കിൽ വർഗീയ പിന്തിരിപ്പൻ ശക്തികളോട് സന്ധി ചെയ്തെങ്കിലേ മതിയാകൂ എന്ന ധാരണയാണ് ഇവർ രണ്ടു കൂട്ടർ. അതുകൊണ്ട് രണ്ടു കൂട്ടരെയും ഈ നാട്ടിലെ ജനങ്ങൾ ഉപേക്ഷിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിന് പുറത്ത് അവർ ഇന്ത്യ മുന്നണിയാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ രണ്ട് മുന്നണിയായി ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണവും നേരത്തെ മുതൽ തന്നെ NDA മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ ഡീല് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ആരോപണം ഉന്നയിക്കുന്ന LDF UDF-ഉം കേരളത്തിൻ്റെ ഇവിടെ നിന്നൊരു 60-65 കിലോമീറ്റർ കഴിഞ്ഞാൽ അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നടക്കുകയാണ്. ഒരേ വേദിയിൽ നിന്നുകൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ്. ഒരേ കമ്പിൽ കെട്ടിയ കൊടികളും രണ്ട് കൊടികളും കെട്ടി വെച്ചുകൊണ്ട് പ്രകടനം നടത്തുന്നവരാണ്. അപ്പോൾ അവർ പറയുന്നതെല്ലാം കാപട്യമാണ്. ഇവിടെ ഇത് പറഞ്ഞാലാണ് രക്ഷപ്പെടാൻ പറ്റുന്നതെന്ന് വിചാരിച്ച് ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. കുറച്ച് വാസ്തവത്തിൽ അവരെ കളിയാക്കുകയാണ്, തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതൊന്നും ഇവിടുത്തെ ജനങ്ങളുടെ വിലപ്പോവില്ല. അവർ രണ്ടു കൂട്ടരും തമ്മിൽ ഒരു വ്യത്യാസമില്ല. രണ്ടു കൂട്ടരും നയം ഒന്ന് തന്നെയാണ്. അങ്ങ് പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഇന്ത്യ മുന്നണി വേഴ്സസ് NDA എന്നുള്ളൊരു മത്സരമാണ് ആറന്മുളയിലും ഉള്ളത് എന്നുള്ളത്. അവർ രണ്ടു കൂട്ടരും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അന്തർധാരകൾ ധാരാളമുണ്ട്. എങ്ങനെയും ഇവിടെ NDA തോൽപ്പിക്കണമെന്നുള്ള ഒറ്റ അജണ്ട മാത്രമേ അവർക്കുള്ളൂ. വേറൊരു അജണ്ടയും ഇല്ല. നാട് നന്നാവണമെന്നില്ല, നാട്ടിൽ വികസനം വരണമെന്നില്ല, നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കണമെന്നില്ല. ഒരു കാര്യങ്ങളും അവർക്കില്ല. അവർക്കുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ: എങ്ങനെയും NDA തോൽപ്പിക്കണം. അതിന് ഏത് അവിശുദ്ധ കൂട്ടുകെട്ടിനും അവർ തയ്യാറാണ്. ഏത് ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിനും അവർ തയ്യാറാണ്. അത് നാട്ടിൽ വാസ്തവത്തിൽ അതൊരു തത്വാധിഷ്ഠിത രാഷ്ട്രീയത്തിന്, ആദർശ രാഷ്ട്രീയത്തിന് എടുക്കുന്ന ഏറ്റവും വലിയ പരിക്കാണ്. ഇപ്പോൾ BJP ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയായിട്ട് നമ്മൾ വിലയിരുത്തുന്നു. അങ്ങനെയാണ്. അപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1987 തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് അങ്ങേക്ക് 2ാം സ്ഥാനത്തേക്ക് എത്തിയൊരു ചരിത്രമുണ്ടെന്ന് ഓർമ്മ പുതുക്കുമ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി. അല്ല, ഞാൻ 4 പ്രാവശ്യം മത്സരിച്ചാണ്. ഇത് 5ാമത്തെ പ്രാവശ്യമാണ്. 4 പ്രാവശ്യം എനിക്ക് 2ാം സ്ഥാനത്താണ് എത്താൻ പറ്റിയത്. ഞാനൊരു ചുണ്ടിനും കപ്പിനും ഇടയിലാണ്. എനിക്ക് പല സന്ദർഭത്തിലും എനിക്ക് വിജയം നഷ്ടപ്പെട്ടു. ഈ പ്രാവശ്യം അതുണ്ടാവില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. 4 പ്രാവശ്യം മത്സരിച്ചതിൻ്റെ അനുഭവ പരിജ്ഞാനം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ വോട്ടർമാരോട് വോട്ട് ചോദിക്കുന്നു. അവർ എനിക്ക് വോട്ട് നൽകി വിജയിപ്പിക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം. ശുഭപ്രതീക്ഷയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോവുകയാണ്. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെ, ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് NDAയുടെ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ, പ്രവർത്തകരുടെ, ജനങ്ങളുടെ പ്രിയപ്പെട്ട രാജേട്ടൻ ഉള്ളത്. NDA ക്യാമ്പും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. 100% വിജയം ഉറപ്പാണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് പത്തനംതിട്ടയിലെയും ആറന്മുളയിലെയും കേരളത്തിലെ ഒന്നാകെ NDA ക്യാമ്പ്. ഗൗതം. ഓക്കെ മിഥുൻ, എന്തായാലും ആറന്മുളയിൽ വലിയ ആവേശമായി കുമ്മനം രാജേട്ടൻ്റെ സാന്നിധ്യം ഉണ്ട്. ആറന്മുളയിൽ വിമാനത്താവള വിരുദ്ധ സമരമാണെങ്കിലും അത്തരത്തിലുള്ള പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള വലിയ കൂട്ടായ്മകൾ സുഗതകുമാരി ടീച്ചറിനെയും മാധവ ഗാഡ്ഗിലും ഉൾപ്പെടെയുള്ള പ്രകൃതി സ്നേഹികളെ എല്ലാം ഒരുമിപ്പിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള വിവിധ മുന്നേറ്റങ്ങളെപ്പറ്റി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് അറിയാം. അതിനാൽ കുമ്മനം രാജശേഖരൻ എന്ന വ്യക്തി ഏത് മണ്ഡലത്തിൽ മത്സരിച്ച് കഴിഞ്ഞാലും അത് കേരള രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് മത്സരമായി മാറിയിട്ടുണ്ട് എന്ന വസ്തുത കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കുകയാണ്. മിഥുനാണ് കുമ്മനം രാജേട്ടനൊപ്പം ആറന്മുളയിൽ നിന്നും ചേർന്ന്. ഇനി